CPM സമ്മേളനത്തെക്കുറിച്ച് മെഡിലി ചന്ദ്രിക മുൻപേജിൽ വാർത്ത എഴുതുന്നത് CPM സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ VS അച്യുതാനന്ദനെതിരെ അതിരൂക്ഷ വിമർശനം. പാർട്ടിയിൽ VS തീർത്തും ഒറ്റപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധികൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ. CPM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകിയത് പിണറായി പക്ഷത്തെ പ്രമുഖനാണ് എന്ന സൂചന. രാത്രി വൈകിയാണ് റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. റിപ്പോർട്ട് ചോർത്തിയതിനെതിരെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകി എന്നും വാർത്തയിൽ നൽകുന്നു. ജലവൈദ്യുത ഉപയോഗം അബുദാബിയിൽ പുതിയ ബിൽ സമ്പ്രദായം മാർച്ച് മുതൽ. അബുദാബി എമിറേറ്റിൽ മാർച്ച് മുതൽ പുതിയ ജലവൈദ്യുത ബിൽ വരുന്നു. ബിൽ വിവരത്തിന് പുറമെ ഉപയോക്താക്കൾക്ക് ഉപയുക്തത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എല്ലാ ജലവൈദ്യുത ഉപയോക്താക്കൾക്കും സർക്കാർ സബ്സിഡി സൂചിപ്പിച്ചുകൊണ്ടുള്ള വെവ്വേറെ ബില്ലായിരിക്കും ഉണ്ടാവുക. ഇതുകൂടാതെ റെസിഡൻഷ്യൽ ഉപയോക്താക്കൾക്ക് ഐഡിയൽ ആവറേജ്, എബോവ് ഐഡിയൽ ആവറേജ് എന്നിവയ്ക്കനുസരിച്ച് 2 ബാൻഡുകളും സജ്ജീകരിക്കും എന്നിങ്ങനെ വാർത്ത. ഷാർജ ദീപമേള ഇന്ന് ആരംഭിക്കുന്നു. ഷാർജ വാണിജ്യ വിനോദ സഞ്ചാര വികസന അതോറിറ്റി സംഘടിപ്പിക്കുന്ന ലൈറ്റ് ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമാവുകയാണ്. ഈ മാസം 9 മുതൽ 17 വരെയാണ് മേള ഒരുക്കുന്നത്. ഇതിനായി നിരവധി പ്രധാന ഇടങ്ങൾ ഇത്തവണ അധികമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ മേളയാണിത്. ഫെസ്റ്റിവൽ ടൂറിസത്തിന് അനുയോജ്യമായ ലോകത്തിലെ പ്രധാന ഇടങ്ങളിലൊന്നായി ഷാർജ നഗരം ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ പ്രഖ്യാപിച്ചു. ജനറൽ പ്രാക്ടീഷണർമാരുടെയും ഇന്റേണൽ മെഡിസിൻ ഡോക്ടർമാരുടെയും ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, സർജറി സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരുടെയും അക്കാദമിക് യോഗ്യതകളും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും കണക്കിലെടുത്ത് രജിസ്ട്രേഷൻ വ്യവസ്ഥകൾ ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു എന്നാണ് വാർത്ത. പ്രവാചകനെ കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം ദുബായിൽ പുറത്തിറക്കുന്നു എന്ന്. ഒപ്പം തന്നെ കോഴിമുട്ട ഇറക്കുമതിയിൽ ഇടിവ്, വില കുത്തനെ ഉയരുന്നു എന്നതും ഷാർജയിൽ നിന്നുള്ള ഒരു പ്രധാന വാർത്തയായി നൽകുന്നു. UAE